സ്വർഗസ്വനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ദൈവം വച്ചിരിക്കുന്ന ആ ആത്മാവിനെ, ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കണം. ഈ ആത്മാവ് നിത്യജീവനാണ് ഈ ആത്മാവിന് ഒരുക്കിയിരിക്കുന്നത്. ഈ ആത്മാവ് വസിക്കുവാനാണ് ഈ ഭൂമിയിൽ നമുക്ക് ഈ ജഡശരീരം തന്നിരിക്കുന്നത്. ഈ ശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ പിന്നെ ഈ ആത്മാവിന് വസിക്കുവാൻ ദൈവം വേറൊരു ശരീരം നമുക്ക് അന്ത്യനാളിൽ നൽകും. ആ ശരീരം പല രീതിയിലും പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഈ ലോകത്ത് പല യാതനകളും അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ ആ യാതന അനുഭവിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയും കൽപ്പനകളും ദൈവാത്മാവിനാൽ നടക്കേണ്ടതായിട്ടുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാര്യം മനുഷ്യൻ തിന്നുകുടിച്ച് കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു. പ്രായമാകുമ്പോൾ അല്ലെ അതിനു മുമ്പേ ആശുപത്രികളിലും കയറി രോഗങ്ങളും പ്രശ്നങ്ങളുമായി ഈ ലോകം വിട്ടു പോകുന്നു. എല്ലാവരും മരണപ്പെട്ടു പോകുന്നു. ദൈവത്തെ അറിയുന്നവരും എല്ലാവരും മരണപ്പെട്ടു പോകുന്നു. പക്ഷേ അന്ത്യനാളേക്ക് ഈ ന്യായവിധിക്കായി കർത്താവിൻ്റെ ന്യായവിധി ഒരുക്കിയിരിക്കുന്ന ആ അന്ത്യനാളിലേക്ക്, ആ ന്യായവിധിയിൽ കഷ്ടതയിലകപ്പെടാതെ ആ ആത്മാവിനെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനും ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കാനൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ശരീരം ഈ ആത്മാവിന് വസിക്കുവാൻ അവിടെ നമുക്ക് നൽകും. ആ ശരീരം യാതനയിൽ അകപ്പെടാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അകപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവം പുത്രനിലൂടെ ഇസ്രായേലിൽ യഹൂദന്മാരുടെ പാപങ്ങൾക്ക് വേണ്ടി ആ ന്യായപ്രമാണത്തിന് ഒരു നാളും ഒരു വിടുതൽ കിട്ടാഞ്ഞതിനാൽ പുത്രനിൽ കൂടെ അവർക്ക് ആ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. നമ്മളും ആ പുത്രനിലൂടെ നമുക്കും രക്ഷയുണ്ട്. ആ പുത്രനിൽ വിശ്വസിച്ച് നമ്മൾ ആ പുത്രനിൽ തന്നിരിക്കുന്ന വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതനുസരിക്കേണ്ടതായിട്ടുണ്ട്. കൽപ്പനകൾ അനുസരിക്കണം. ദൈവപുത്രൻ പറഞ്ഞു തന്നിരിക്കുന്ന സകല വചനങ്ങളും നമ്മൾ അനുസരിക്കുക തന്നെ വേണം. പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പിതാവായ ദൈവം നമ്മളെയും അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള ആ വിശ്വാസത്താൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാര്യം യഹൂദന്മാർ പാപങ്ങൾക്ക് വേണ്ടി യാഗങ്ങളും മറ്റു പലതും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ യാഗങ്ങൾക്കൊന്നും ഒരു പരിഹാരം വരാഞ്ഞതിലാണ് പുത്രനെ ഈ ലോകത്തയച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത്. ഒരേ ഒരു യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വന്നു. ഇപ്പോഴവർക്ക് യാഗങ്ങളില്ല. അവരെല്ലാവരും അന്ത്യനാളിൻ്റെ ഉയർപ്പിനായി കാത്തിരിക്കുന്നു. അവരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കും. ആ ദൈവപുത്രൻ്റെ ആ ക്രൂശീകരണത്തോടെ ലോകം മുഴുവനും ഒരു രക്ഷയായി. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ആ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവപുത്രനോട് ആ വിശ്വാസം
നമുക്കും ആ പാപത്തിന് പരിഹാരം വരുന്നു. അപ്പം നമ്മൾ ആ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്കും ആ നിത്യജീവൻ പ്രാപിക്കാം. പലർക്കും ഈ ആത്മാവുണ്ടെന്നോ ആത്മാവിന് വേണ്ടിയത് കൊടുക്കണമെന്നോ ഒന്നും വിചാരിക്കാതെ ഈ ലോകത്ത് ജഡപ്രകാരം ജീവിക്കുന്നു. ജഡത്തിനുള്ള സുഖവും ആഹാരങ്ങളും അതിനുള്ള സന്തോഷങ്ങളുമൊക്കെ കൊടുത്തുകൊണ്ട് അതിനുള്ള മരുന്നും കാര്യങ്ങളുമെല്ലാം നൽകി ജഡത്തെ കൊണ്ടു നടക്കുന്നു. ആത്മാവ് ഇതിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. ഈ ആത്മാവിന് വേണ്ടത് കൊടുത്തെങ്കിലേ നമുക്ക് ആ അടുത്ത മരണത്തിന് ശേഷം ഒരുക്കുന്ന ആ ശരീരം നമുക്ക് കഷ്ടതയിലേക്ക് പോകാതെ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കണം. ഇസ്രായേൽ യഹൂദന്മാരിൽ വെളിപ്പെട്ടു വന്ന ആ ദൈവം, അവർക്കാണ് കൽപ്പനകളും വചനങ്ങളും സകലതും അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. യഹൂദന്മാരെന്ന് പറയുമ്പോൾ അവിടെ പലരും ഉണ്ട്. എല്ലാവരും യഹൂദന്മാരല്ല, പലരും വിശ്വസിച്ചിട്ടില്ല. എങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ ഒരു മാറ്റവും വരത്തില്ല. വചനം നിവർത്തിയാകും. അന്ത്യനാളിൽ സകലതും നിവർത്തിയാകും. ഇപ്പോഴും നമുക്ക് പല പ്രവൃത്തികളും കാണുമ്പോൾ മനസ്സിലാകും. ഈ ലോകത്തെ പോക്കും യുദ്ധങ്ങളും പ്രശ്നങ്ങളുമായിട്ട് പോകുമ്പോൾ ക്രിസ്ത്യാനികൾക്കൊക്കെ യഹൂദന്മാരും ഇസ്രായേലിനെയൊക്കെ വെറുപ്പാണ്. കാര്യം ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുന്നത്. അത് കാരണം ക്രിസ്ത്യാനികൾക്കും ഈ യഹൂദന്മാരെ കൊന്ന ദൈവപുത്രനെ കൊന്ന ആൾക്കാരാണല്ലോ എന്നുള്ള വിചാരത്തിലാണ് പലരും സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ മാറ്റാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഇസ്രായേലിനെ സ്നേഹിക്കണം. യഹൂദന്മാർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ സ്നേഹിക്കണം. ഈ ദൈവത്തെ അറിയുന്നവർ അവരെ സ്നേഹിക്കണമെന്ന് തന്നെയാണ്. യഹൂദ ഗോത്രത്തിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനം തന്നിരിക്കുന്നത്. ആ ദൈവപുത്രനിലൂടെ കാട്ടലിവായ നമ്മളെ എടുത്ത് നാട്ടിലിൽ ഒട്ടിച്ചു. ജാതികളായി ദൈവമില്ലാതെ നടന്ന നമ്മളെ എടുത്ത്, ആ കാട്ടലിവായ നമ്മളെ എടുത്ത് നാട്ടിലിൽ ഒട്ടിച്ചു. ഇനി നമ്മൾ രണ്ടല്ല, ഒന്നാണ്. നമ്മുടെ സഹോദരങ്ങളാണ് അവരെ നമ്മൾ സ്നേഹിക്കണം. ഇസ്രായേലിനെ സ്നേഹിക്കണം. ഇസ്രായേലിനെ സ്നേഹിക്കാത്തവർ ഈ ദൈവത്തോട് യാതൊരു ബന്ധവുമില്ല. പിതാവ് നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക തന്നെ വേണം. സീനായി മലയിൽ 10 കൽപ്പനകൾ പിതാവായ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അനുസരിക്കുക തന്നെ വേണം. അതിനകത്താണ് 4-ാം കൽപ്പനയായ ശബത്ത്, ശനിയാഴ്ച ദിവസത്തെ ആ സ്വസ്ഥത, ആ റെസ്റ്റ്, യാതൊരു കൊടുക്കുവാങ്ങലുമില്ലാതെ ആ റെസ്റ്റിലേക്ക് പ്രവേശിക്കണം. പലർക്കും അത് ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങളും ജോലികളും പല സ്ഥലങ്ങളിലും പോയി ജോലികൾ ചെയ്ത് പണമുണ്ടാക്കി സമ്പാദിച്ച് ഒടുവിൽ മരണപ്പെട്ടു പോകുന്നു. ഈ ആത്മാവുണ്ടെന്നോ ആത്മാവിന് നിത്യജീവൻ ഒരുക്കിയിട്ടുണ്ടെന്നോ ഒന്നും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി പിശാച് തന്ത്രപൂർവ്വം അവൻ പലയിടത്തും പലരെയും കുടുക്കിയിരിക്കുന്നു. ഈ ലോകത്തെ പല കാഴ്ചകളും കാണിച്ച് പല ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വരുത്തി കണ്ണും ഹൃദയവുമൊക്കെ കുരുടാക്കി അവൻ പലരെയും അവൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിത്യജീവൻ പ്രാപിക്കാൻ ആത്മാവിനെ കളയാതെ ദൈവത്തോട് ചേരുവാൻ എല്ലാവരും ശ്രമിക്കണം. ഈ ആത്മാവ് വിലപിടിച്ച ആത്മാവാണ്. ഈ ലോകത്ത് ഈ താൽക്കാലിക ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ പിശാചിൻ്റെ അടിമയായി ജീവിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കുവാൻ ദൈവം പറഞ്ഞ കൽപ്പനകളും അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദൈവപുത്രനിലൂടെ ഒരുക്കിയിരിക്കുന്ന ആ വലിയ രക്ഷ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബൈബിൾ വായിച്ച്
മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്ത് പലരെയും തെറ്റിച്ച് കളയാൻ ഈ അന്ത്യനാളിൽ പല എതിർ ക്രിസ്തുക്കളും ഇറങ്ങിയിട്ടുണ്ട്. വചനങ്ങൾ പറഞ്ഞും ശബത്തില്ലെന്നും ശബത്ത് കഴിഞ്ഞു പോയി അതിനെയും ഇല്ല, കൽപ്പനകളില്ല, ഇതൊന്നുമില്ലാതെ ഈ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ഒരു നാളും പറ്റത്തില്ല. ഈ സ്വസ്ഥത പ്രവേശിക്കണം. ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ആർക്കും തന്നെ ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എത്താൻ പറ്റത്തില്ല. ഈ ലോകത്ത് കോടീശ്വരനായിട്ട് ജീവിക്കുന്നവനൊക്കെ ആത്മാവിനൊരു ശരീരം കിട്ടുമ്പോൾ അവനൊരു ഭിക്ഷക്കാരനായിട്ട് ജീവിക്കേണ്ടി വരും അവിടെ ചെന്ന്. ഈ ലോകത്ത് ഭിക്ഷക്കാരനായാലും അവൻ ആ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അവനോട് ഒരു കോടീശ്വരനായിട്ട് ജീവിക്കാൻ പറ്റും, ആ നിത്യത അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥയിലെത്തി ഇവിടെ കോടികൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രയോജനമില്ല. ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ ലോകത്തിൽ നമുക്കെന്ത് പ്രയോജനം? അതുകൊണ്ട് ഈ താൽക്കാലിക ജീവിതത്തിൽ ഈ നിത്യജീവൻ പ്രാപിപ്പാൻ നോക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ കൂടെ പോകാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.